വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കൂട്ടുതീയൽ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സബോള, ഒരു 6 ചെറിയ ഉള്ളി, ഒരു മുരിങ്ങക്ക, 2 കോവയ്ക്ക, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങക്കയൊക്കെ ഒന്ന് ചുരണ്ടി സബോളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഉള്ളിയൊക്കെ പൊളിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലതുപോലെ ഞാൻ കഴുകി എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇതെല്ലാം ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 2 പച്ചമുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണേ. മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ചുമന്നൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് കോരിയെടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളി ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കിയിട്ട് വാങ്ങി വയ്ക്കാതെ അവിടെ നിന്ന് നല്ലതുപോലെ തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളില്ലേ, അത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ പടവലങ്ങായോ വെണ്ടയ്ക്കായോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വയ്ക്കുക. അതവിടെ ഇരുന്ന് വേകട്ടെ. ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് അരച്ചെടുക്കണം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ചട്ടിയുടെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് വെന്ത് വന്നു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ അരപ്പ് അരച്ച ജാറിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. കട്ടിക്ക് കുറുകുറായിരിക്കണമെങ്കിൽ അങ്ങനെ. ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. ഇനി അതൊന്ന് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ തീയൽ നല്ല പരുവത്തിനായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള തീയലാണ്. ഈ സമയത്ത് പുളി നോക്കിയിട്ട്, പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളിക്ക് നല്ല പുളി ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ പുളിയൊന്നും ചേർക്കാത്തത്. ഇനി നമുക്ക് ഇതിനൊന്ന് കടുക് താളിക്കണം. അതിനായിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ടു പൊട്ടി. വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂത്തൊന്ന് ഒരു ചുമന്ന കളറൊക്കെ ആയി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് തീയലിലേക്ക് ആ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ ഇളക്കരുത്. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരു തവിയിട്ടൊന്ന് ഇളക്കി നോക്കുക. തീയലൊക്കെ നല്ല പരുവമായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.